ഗൈസ്, വെൽക്കം ടു സിഷ് വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു സ്ഥലം വിസിറ്റ് ചെയ്താലോ? ഗൈസ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഗൈസ്, നമ്മൾ യാർഡിലേക്കാണ് ഗൈസ് പോകുന്നത്. യെസ്, യാർഡിൻ്റെ വയ്യാതെ ഞാൻ സുഹൈലപ്പൻ്റെ കൂടെ വന്നു. ഈ യാർഡ് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും വർഷം ബേപ്പൂരിൽ ജീവിച്ചിട്ടും എനിക്ക് അറിയാത്തൊരു സ്ഥലമാണ് ഈ യാർഡ്. ഈ സ്ഥലത്തിന് യാർഡെന്നാണ് കേട്ടോ ഇവിടുത്തെ ആളുകൾ പറയലേ. അതൊക്കെ പോട്ടെ, ഞങ്ങളെ കൂടെ പോരെ സ്ഥലമൊക്കെ കാണാൻ. ബട്ട് എന്നെ പോലെ സ്ലിം ബ്യൂട്ടിക്കൊക്കെ എത്ര ഈസി ആയിട്ട് പോകാം. കൊമ്പില്ല. എവിടാ വന്നെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, ബേപ്പൂരിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത്? കപ്പല്, ബോട്ട്, ഉരു, അതൊക്കെ അല്ലേ. അപ്പോൾ അതുണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഗൈസ്, ബേപ്പൂരായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ബാധുകാക്ക കുറേ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈയല്ലേ പറഞ്ഞു. ഗൈസ്, ഉരുണ്ടാക്കുന്ന ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതാണ് ഗൈസ് ഒരു എന്താണ് ചെയ്യാ? അല്ല, അവിടെ ഒരു എന്താണ് ഉരുന്ന് വെച്ചാല് പക്ഷെ ആദ്യമായിട്ടാണ് പക്ഷെ ബാധുക്കാക്കനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങള് യാർഡിലേക്ക് പോരുവിന്റെ വീഡിയോ ഒക്കെ എടുത്താ. അപ്പൊ ഞാൻ വിചാരിച്ച് മറ്റേ ഔലൂസ് പൊടിയാക്കുന്ന വലിയ ഇതുണ്ടാവില്ലേ, അന്ന് നമ്മള് ടീ ഫാക്ടറി പോയില്ല, അങ്ങനത്തെ ഒരു ഭാഗമാണ് ഞാൻ വിചാരിച്ചു. ഒരു അപ്പോഴാണ് ഞാൻ കപ്പലിലേക്ക് വെറുതെ ചിരിക്കും. എനിക്ക് മനസ്സിലാക്കി തരുന്നില്ല അവര് കിടന്ന് ചിരിക്കല്. നമുക്ക് ഉരുന്ന് പറഞ്ഞാല് ഒരു ബോട്ടും കപ്പലും പിന്നെ ഒരു സാധനം, ഒരു വലിയ സാധനം. നമ്മൾ അറബി നാട്ടിലേക്കൊക്കെ ചരക്കുകളും മറ്റ് അതൊക്കെ കൊണ്ടുപോകണ ഒരു സാധനമാണ്. ചരക്കുകൾ കത്തിയിലെ ചരക്കുകളൊക്കെ കൊണ്ടുപോകണ ഒരു സാധനമാണിത്. ചിലപ്പോ കപ്പലാവാം, ചിലപ്പോ ഉരു ആവാം, ചിലപ്പോ വലിയ ബോട്ടാവാം. ബോട്ട് കണ്ടാ മനസ്സിലാവില്ല. ഗൈസ്, അവസാനം എന്റെ ഡൗട്ടുകളൊക്കെ തീർത്തത് ഈ ഏട്ടനാണ്. ഞങ്ങളവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഏട്ടൻ ജസ്റ്റ് ഒന്ന് നമ്മളെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഏട്ടൻ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഉത്തരം തന്നിട്ടോ. പിന്നീടാണ് ആ സത്യം മനസ്സിലായത്. ആ മൈക്ക് ഓഫ് ആയിരുന്നു ഗൈസ്. സാരില്ല, ഞാൻ അങ്ങക്ക് വിശദീകരിച്ച് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞതിനനുസരിച്ച് ഈ ഒരു ഖത്തറിലേക്കുള്ളതാണ് കേട്ടോ. അവിടെ അറബികൾ വിനോദസഞ്ചാരത്തിനും മീൻപിടുത്തത്തിനുമാണ് ഉരു യൂസ് ചെയ്യുന്നത്. ഉരുവിന്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. ബാക്കി കാര്യങ്ങൾ ഇതാ ഇവരും പറഞ്ഞു തന്നു കേട്ടോ. 8 മാസത്തോളായി ഈ ഉരുവിന്റെ പണി നടക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, അടുത്തെത്തുമ്പോ ഭയങ്കര വലുപ്പാണ് കേട്ടോ ഇത്. നമ്മള് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറി നോക്കിട്ടോ. മെയ് ജൂണൊക്കെ ആവുമ്പോഴേക്കും ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇത് ഖത്തറിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇവരൊക്കെ പറഞ്ഞത്. ബോട്ട് നമ്മുടെ ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഹൗസ് ബോട്ടാണ്. ഇവിടുത്തെ സൗണ്ട് കാരണം ഇത് വർക്ക് അല്ല, ഇത് പറയാം നിങ്ങൾക്ക് കേക്കുണ്ടോന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ പുഴയാണ് കേട്ടോ, നമുക്ക് പുഴന്റെ അവിടെ പോയൊക്കെ. ഇതിലൊരു ഹൗസ് ബോട്ട് നല്ല ലക്ഷറി ആണ് കേട്ടോ. കണ്ണൂരിലേക്കുള്ളതാണെന്നാണ് ഇവിടുത്തെ പണിക്കാര് പറഞ്ഞത്. ഓക്കെ, ബാക്കി ഞാൻ പറയാം. ഇനി പോകുന്നത് നമ്മൾ ഫിഷിംഗ് ബോട്ടിന്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഗൈസ്, ബോട്ടിന്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് നേരിട്ട് കാണുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അവിടെ ഫുള്ള് പിന്നെ ബോട്ടിന്റെ ഓരോരോ പാർട്സ് ആണ് കേട്ടോ. ഗൈസ്, അങ്ങ് ദൂരെ കാണുന്നതാണ് ഫറോക്ക് പഴയ പാലം. നോട്ട് ദ പോയിന്റ്, പഴയ പാലാണ്, പുതിയ പാലല്ല. ഇതാണ് പുഴയിൽ നിന്ന് കരയിലേക്ക് ബോട്ട് വലിച്ചു കയറ്റുന്ന മെഷീൻ. ബോട്ട് പണി ചെയ്തേ, അതിനു വേണ്ടിയിട്ട് കരയിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു യന്ത്രമാണത്. കാണിക്കും. ഇത് മീൻ പിടിക്കാൻ പോണ ചെറിയ ചെറിയ ബോട്ടാണ്. ഇതിലാള് കേറിയിട്ട് ആ ബോട്ടിലേക്ക് പോകട്ടോ എന്നാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്ന അറിവ്.
ഗൈസ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ തന്നെ ആ റൂമിന്റെ ഉള്ളിലാണ് കേട്ടോ താമസിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മള് ഈ ഒരു സ്പോട്ടിൽ നിന്ന് പോവാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു ഗൈസ്. ഇവിടെ കംപ്ലൈന്റ് ആയി കിടക്കുന്ന കുറെ ബോട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ബോട്ടിന്റെ കുറെ ബോഡി പാർട്സ് ഉണ്ട്, ഇന്റീരിയർ മാത്രമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഗൈസ് അപ്പൊ ബേപ്പൂരിന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗൈസ്. അപ്പൊ സ്പോട്ട് എവിടാന്ന് അറിയണ്ടേ? ബീച്ച് റോഡ് വഴി ചെറുണ്ണൂർ പോകുന്ന വഴിക്ക് കമ്മ്യൂണിറ്റി ഹാൾ കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു വഴിയുണ്ട്. അതിലെ പോയാലും നമ്മുടെ ഉരു ഉണ്ടാക്കുന്ന സ്ഥലത്തെത്തും. അപ്പൊ ഓക്കെ, ബൈ.